ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു കടലക്കറിയാണേ. അതിനായിട്ട് 2 സവാള, പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി, മല്ലിയില എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും കൂടെ ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കടുപൊട്ടുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ട് വരും. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ പൊടികളായിട്ടുള്ള മസാലപ്പൊടികൾ, അതായത് മല്ലിപ്പൊടിയുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം ഒരു പഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കടല ഇന്നലെ തന്നെ രാത്രി കുതിർത്ത് ഇന്ന് രാവിലെ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചതാണ്. ഒരു 5-6 വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കടല വെന്ത് കിട്ടും. അപ്പോൾ അതിനെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തണുത്തതിന് ശേഷം കുറച്ചെടുത്ത് അരച്ചെടുത്തിട്ടുണ്ടേ. അപ്പം എന്തിനാന്ന് വെച്ചാൽ ഈ കടലക്കറി നല്ല കുറുകിയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അതിൽ പിന്നെ പ്രത്യേകിച്ച് മാവോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന ഈ കടലയെ കൂടെ ഈ നമ്മുടെ മസാലക്കൂട്ടിലോട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ കറിയിലൊക്കെ ആ മസാലയൊക്കെ പിടിച്ച് നന്നായിരിക്കും കേട്ടോ, നല്ല കുറുകി വരും കറി. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബാക്കി കടലയും കൂടെ ഇതിലേക്ക് ഇട്ട് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ വെള്ളം കറി കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് അറിയാൻ പറ്റുമല്ലോ, അപ്പോൾ അതനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ്, അത്രയൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല തീയിൽ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഒന്ന് തിളപ്പിക്കണം. ഞാൻ വീണ്ടും ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഈ കുറച്ച് കടലയെടുത്ത് അരച്ചിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കറി നന്നായിട്ട് കുറുകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. മതിയാവും, ഇത്രയും തന്നെ മതിയാവും. അതിനി തിളച്ച് വറ്റി വരുമ്പോൾ കണക്കിന് ആവും. ഞാൻ ഇതിനിടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പം കടല ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിക്കുന്നത്. അപ്പം നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറികളിലൊക്കെ മല്ലിയില ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത്. നിങ്ങൾക്കൊക്കെ തോന്നും എന്തിനാണ് ഇത്രയും മല്ലിയില ഇടുന്നതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണേ. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് തിളപ്പിച്ചാൽ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യുക.